പതിറ്റാണ്ട് നീണ്ട CPM ബന്ധത്തിലാണ് മുൻ MLA ആയിഷ പോറ്റി അവസാനമിട്ടിരിക്കുന്നത്. ആദ്യ തവണ ബാലകൃഷ്ണപിള്ളയെ വിറപ്പിച്ച് തൂക്കി തറയിലടിച്ച് ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അങ്ങനെ 3 തവണ കൊട്ടാരക്കരയുടെ MLA ആയി. ഇതാ ആ CPM ബന്ധം ആയിഷ പോറ്റി അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ മുൻ MLA ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തി. ഇടത് കേന്ദ്രങ്ങളെ ഈ നീക്കം തെല്ലൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായി ഇടതുപക്ഷത്തു നിന്നും അകന്നു നിൽക്കുകയായിരുന്നു ആയിഷ പോറ്റി. തന്നെ മുൻ മണ്ഡലമായ കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന സൂചനയും ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാക്കളുമായി നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. CPMൽ നിന്നും അകന്നു കഴിഞ്ഞ കുറച്ചു കാലമായി നിന്നിരുന്ന ആയിഷ പോറ്റി പാർട്ടി പരിപാടിയിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയായിരുന്നു. പാർട്ടി ചുമതലകളിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങിയ ഒരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. കഴിഞ്ഞ തവണ ബാലഗോപാലിനെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചതോടെയാണ് നേതൃത്വത്തോട് ആയിഷ പോറ്റി നീരസം പ്രകടിപ്പിച്ചത്. 2006 ബാലകൃഷ്ണപിള്ളയെ 12,968 വോട്ടുകൾക്ക് അട്ടിമറിച്ച് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ തന്റെ വരവറിയിച്ചത്. 2011 20,592 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ആയിഷ പോറ്റി 2016 42,632 എന്ന വമ്പൻ മാർജിനിൽ വിജയിച്ചാണ് നിയമസഭയിലേക്ക് നടന്നു കയറിയത്.